അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കുവാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പങ്കുവച്ചു. ഇത്തവണ ഉന്നം തെറ്റില്ലെന്നാണ് മുന്നറിയിപ്പ്. രാജ്യം എന്തിനും സജ്ജമാണെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. ഇറാനെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. സായികുമാർ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സായികുമാർ, പശ്ചിമേഷ്യയിലെ സാഹചര്യം അത്രത്തോളം സങ്കീർണമായി നിൽക്കുന്ന ഈ സമയത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണി അത് ചെറുതല്ല. ഡൊണാൾഡ് ട്രംപിനെ തന്നെ ഉന്നം വെച്ചിട്ടുള്ള ഭീഷണിയാണ്. അപ്പോൾ അതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് വളരെ നിർണായകമല്ലേ? തീർച്ചയായും ആര്യ, ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്, പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ്. ഏത് വിധത്തിൽ ഇതിന് ഇനി അമേരിക്കയും ട്രംപും മറുപടി നൽകും എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് രാവിലെ കുറച്ച് ആശങ്ക കുറവുണ്ടായിരുന്നു. അതായത് പെട്ടെന്നൊരു സൈനിക നീക്കം ഇറാനിൽ അമേരിക്ക നടത്തുന്നില്ല, കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം. പക്ഷേ ഇപ്പോൾ വലിയ പ്രകോപനം ഇറാന്റെ ഭാഗത്ത് നിന്ന് വാക്കുകളിലൂടെ ഉണ്ടായിരിക്കുന്നത്. അവരുടെ സ്റ്റേറ്റ് ടെലിവിഷനിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രകോപന ദൃശ്യം വന്നത്. 2024 പെൻസിൽവാനിയയിൽ നടന്ന പ്രചാരണ റാലിയിൽ ഡൊണാൾഡ് ട്രംപിന് നേർക്കുണ്ടായ വധശ്രമത്തിന്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി പങ്കുവെച്ചുകൊണ്ടാണ് അവർ അത് ആ രീതിയിലുള്ള ഒരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇറാന്റെ സ്റ്റേറ്റ് ടെലിവിഷനിലാണ് ഈ ദൃശ്യങ്ങൾ വന്നത്. ഇത്തവണ ബുള്ളറ്റ് മിസ്സാകില്ല എന്നാണ് ഇതിൽ പറയുകയും ചെയ്യുന്നത്. അത് ഉന്നം വെച്ചാൽ തെറ്റില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ടെഹ്റാനിൽ ഇപ്പോൾ വലിയ രീതിയിൽ സുരക്ഷ കടുപ്പിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ കൂടി അന്തർദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. റവല്യൂഷണറി ഗാർഡിന്റെ പ്രതികരണമായി വരുന്നത് രാജ്യം എന്തിനും സജ്ജമാണ് എന്ന രീതിയിൽ. ഒരു തരത്തിലും ഏതെങ്കിലും ഘട്ടത്തിൽ അമേരിക്ക ഒരു ആക്രമണത്തിന് മുതിർന്നാൽ അതിനെ നേരിടാൻ, പരാജയപ്പെടുത്താൻ തങ്ങളുടെ രാജ്യവും സൈനിക ശക്തിയും സജ്ജമാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതോടൊപ്പം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കുറെ കൂടി തന്ത്രപരമായ നീക്കങ്ങൾ, അതായത് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് പുറമെ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കുറെ കൂടി ക്ഷീണിപ്പിക്കുക ഇറാനെ എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ ഈ ഒരു പ്രതിസന്ധിക്ക് തന്നെ കാരണം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയാണ് ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് വരെ കടത്തിവിട്ടത്. ഇപ്പോൾ വീണ്ടും ഇറാന് മേൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതിനിടെ ഇപ്പോൾ കാനഡയുടെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. അവിടെ ഇറാനിൽ പ്രതിഷേധത്തിനിടെ ഒരു കനേഡിയൻ പൗരൻ കൊല്ലപ്പെട്ടു എന്ന കനേഡിയൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ട്രഷറി ഉപരോധം വരുന്നു. അങ്ങനെ ആ രീതിയിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം, മറുപടിയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. UN സുരക്ഷാ കൌൺസിൽ എന്തായാലും അടിയന്തര യോഗം ചേരുകയാണ്. ഒരു ഭീഷണിയുടെ മുൾമുനയിൽ, ഒരു യുദ്ധത്തിന്റെ വക്കിൽ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്തർദേശീയ സംഘടനകളെല്ലാം ഇറാന്റെയും അമേരിക്കയും പ്രതിസന്ധിയെ കാണുന്നത്. അപ്പോൾ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്ത്യ അവിടെ നിന്ന് വിദ്യാർത്ഥികളടക്കം തിരികെ രാജ്യത്തേക്ക് കൊണ്ടുവരാനുള്ള മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന ഒരു വിവരം കൂടി ദേശീയ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. നാളത്തോടെ വിദ്യാർത്ഥികൾ, ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആര്യ. ഓക്കെ സായികുമാർ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോർവിളി മുറുകുന്നതിനിടെ ഡൊണാൾഡ് ട്രംപിനെ തന്നെ വധിക്കുമെന്ന വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഇറാൻ മുഴക്കുന്നത്. അതിന് അമേരിക്ക ഏത് തരത്തിൽ പ്രതികരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമോ എന്നുള്ള വലിയ ആകാംക്ഷയും ആശങ്കയുമാണ് ലോകത്തിന് മുന്നിലുള്ളത്. സായികുമാറാണ് വിശദാംശം.